നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ടുള്ള ഈ ഒരു നീക്കങ്ങളൊക്കെ ശക്തമാകുന്നതിനിടയിൽ ഇപ്പോൾ നിർണായകമായ ഒരു നിർദ്ദേശവുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ടുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് യമനിൽ പോകണമെന്ന ആവശ്യവുമായി വന്നവരോട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുക എന്ന നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഇന്ന് ഈ ഒരു ഹർജി പരിഗണിച്ചിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അത് കേന്ദ്ര സർക്കാരിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ സമീപിക്കുക എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി ഈ ഹർജിക്കാർക്ക് നൽകിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണം എന്ന ആവശ്യമാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്. യമനിലേക്ക് പോകാൻ അനുവദിക്കണമെന്നും ഇവർ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇനി ആ ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കൂ, അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശം സ്വീകരിക്കുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ യമനിൽ പോകാൻ മധ്യസ്ഥ ചർച്ചയ്ക്കായി യമനിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടവർക്ക് യമനിൽ പോകാനുള്ള അനുവാദം ഇനി കേന്ദ്ര സർക്കാർ നൽകുമോ? കേന്ദ്ര സർക്കാർ എന്തായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന ഒരു നിലപാട്? ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് യമനിലേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് യമനിൽ പോകാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയർന്നു. കേന്ദ്ര സർക്കാർ അതിന് അനുവദിക്കുമോ? എന്തായാലും വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിന്റെ ഒരു നീക്കം ഈ ഒരു വിഷയത്തിൽ എന്താണ്, കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം എന്താണ് എന്ന് വരും മണിക്കൂറുകൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കേന്ദ്ര സർക്കാരിനെ സമീപിക്കുക എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഹർജിക്കാർക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കുകയുണ്ടായി. വധശിക്ഷ നീട്ടിവച്ചിരിക്കുകയാണ്. പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഹർജിക്കാർക്ക് യമനിൽ പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകാം. കേന്ദ്രം ഈ അപേക്ഷ പരിഗണിക്കട്ടെ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഹർജിക്കാരോട്. ഇനി ഹർജിക്കാരുടെ നീക്കം എന്താണ്? അവർ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമോ? അത് എന്താണ് അവരുടെ അടുത്ത നീക്കം എന്നതും ഒരു ചോദ്യം തന്നെയാണ്. നിമിഷപ്രിയയുടെ അമ്മ ഇതിനകം യമനിൽ ഉണ്ടല്ലോ എന്നും സുപ്രീം കോടതി പ്രത്യേകം എടുത്തു ചോദിച്ചിരിക്കുകയാണ് ഹർജിക്കാരോട്. നമുക്കറിയാവുന്നതുപോലെ നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോൾ യമനിലാണ്. മകളെ വിട്ടുകിട്ടണം, മകളെ മോചിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് അമ്മ യമനിലെത്തിയത്. മാത്രമല്ല, അമ്മ അവിടെ നിന്ന് പോരാട്ടം നടത്തുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ നിന്നും കുറച്ചു പേർ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇനി കേന്ദ്ര സർക്കാരിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ അവർക്ക് യമനിലേക്ക് പോകാൻ സാധിക്കൂ എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നതിലും ദിയാദനം സ്വീകരിക്കുന്നതിലും കുടുംബത്തിൽ ഇതുവരെയും അഭിപ്രായ ഐക്യമായിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് തലാലിന്റെ കുടുംബം ഇതുവരെയും ദിയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിനെതിരെ RJD ദേശീയ കൗൺസിൽ അംഗം സലീം അടവൂർ DGPക്ക് പരാതി നൽകുന്ന ഒരു നിലപാടിലേക്ക് ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. സോഷ്യൽ മീഡിയയിലടക്കം രണ്ട് തട്ടിലാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇതിനിടയിൽ തലാലിന്റെ സഹോദരൻ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ, അതായത് ഈ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ല, നീതി കിട്ടണമെന്ന ആവശ്യം ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അതിന് കീഴിൽ മലയാളികൾ അടക്കമുള്ളവർ നിമിഷപ്രിയയ്ക്ക് എതിരെ സംസാരിക്കുന്നു. അത്തരത്തിലൊരു അനുവാദം അല്ലെങ്കിൽ ഒരു മാപ്പ് കൊടുക്കരുതെന്ന രീതിയിൽ വരെ നിമിഷപ്രിയയ്ക്കെതിരെ വരെ ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് കീഴെ കമന്റ് ഇടുന്നവരുണ്ട്. അങ്ങനെ രണ്ട് തട്ടിലാണ് ഈ ജനങ്ങളായിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഖ്തിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഖ്തിയുടെ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തും തലാലിന്റെ ബന്ധുക്കളെ ഇന്റർവ്യൂ ചെയ്ത് നിമിഷപ്രിയയുടെ മോചനം തടസ്സപ്പെടുത്തുക എന്നതടക്കമുള്ള ഒരു പരാതി കൂടി സമർപ്പിച്ചിട്ടുണ്ട്. മുബാറക് റാവത്തൂർ എന്ന വ്യക്തി തലാലിന്റെ ഗ്രാമവാസികളെ ഇളക്കിവിടാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലെ ഭരണകൂടം, ഗോത്ര വിഭാഗങ്ങൾ എന്നിവരുമായി ചർച്ചകൾ തുടരുകയാണെന്ന് നേരത്തെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയതും നമ്മൾ അറിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രം ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി. അതായത് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്, സൗഹൃദ രാഷ്ട്രങ്ങളുമായി സംസാരിക്കുന്നുണ്ട്, പറ്റുന്ന രീതിയിലൊക്കെ അവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് എന്ന കാര്യമാണ്, എന്ന ഒരു നിലപാട് ആ ഒരു കാര്യം ഈ കേന്ദ്ര വൃത്തങ്ങളും അറിയിച്ചിരിക്കുകയാണ്. ചില സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, യോജിച്ച ഒരു പരിഹാരത്തിനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. പക്ഷേ ഇതിനിടയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്കിനെ കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് ധാരണയില്ല എന്നാണ് ഈ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നത്. വധശിക്ഷ ഒഴിവാക്കുന്നതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പങ്ക് വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. ഈ കേസിൽ കാന്തപുരം ഇടപെട്ടതായി ഒരു വിവരവും ഇല്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും
നിമിഷപ്രിയയുടെ മോചനമാണ് ഏറ്റവും പ്രധാനം. അതിപ്പോൾ ആര് ശ്രമിച്ചിട്ടായാലും മോചനം ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. അതേസമയം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് നിമിഷപ്രിയയുടെ മോചനം ഒരു ഗൗരവ സ്വഭാവമുള്ള വിഷയമാണ് എന്നാണ്. അത്രയും ഗൗരവത്തോടെ തന്നെ കേന്ദ്രം ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നും കേന്ദ്ര വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം നൽകുന്നുണ്ട്. പതിവായി കോൺസുലാർ സന്ദർശനങ്ങൾ നടത്തുന്നു, കുടുംബാംഗങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നു. ഇത്തരത്തിൽ ഒരു സാവകാശം എന്തായാലും നിലവിൽ കിട്ടിയിട്ടുണ്ട്. അതായത് വധശിക്ഷ നീട്ടിവയ്ക്കുന്നത് ഈ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ച് അവരെ ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരാനുള്ള സാവകാശം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ജു പാർവതി പ്രബീഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പും വളരെയധികം ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. എല്ലാവരും കൂടി കുളിപ്പിച്ച് കുഞ്ഞിനില്ലാതാക്കും എന്നതുപോലെയാണ് കാര്യങ്ങളെന്നും ആവേശം മല്ലൂസ്, പ്രത്യേകിച്ച് ആവേശം മീഡിയാസ് ഇടപെടൽ കാരണം നിലവിൽ തലാലിന്റെ കുടുംബം കൂടുതൽ പ്രകോപിതരാണ്. തലാലിന്റെ സഹോദരൻ 10 മിനിറ്റ് മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാൾ ആവർത്തിച്ചു പറയുന്നുണ്ട്, ഇന്ത്യൻ മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിച്ചതിനെ കുറിച്ചും പ്രതിയെ വിശുദ്ധിയാക്കി കൊല്ലപ്പെട്ട ആളിനെ കൊടും ക്രിമിനലായിട്ട് കാണിക്കുന്നതിലും അവർ എത്രമേൽ അസ്വസ്ഥരാണ് എന്ന്. അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അപ്പാടെ മലയാളികളുടെ മാപ്പപേക്ഷകളാണ്. നഷ്ടപ്പെട്ട ജീവന് പകരം കൊലയാളിയുടെ ജീവൻ തന്നെ വേണമെന്ന കടും പിടുത്തത്തിൽ നിൽക്കുന്ന അവരോട് ബ്ലഡ് മണി വാങ്ങി നിമിഷയെ റിലീസ് ചെയ്യൂ എന്നൊക്കെ പലരും അവിടെ പോയി എഴുതി വെക്കുന്നുണ്ട്. അയാളുടെ പ്രൊഫൈലിൽ മലയാളി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളെ കുറിച്ചുള്ള പോസ്റ്റൊക്കെയുണ്ട്. അതിനർത്ഥം നിമിഷപ്രിയ എന്ന ഇന്ത്യൻ കൾപ്രിറ്റിന്റെ നാട്ടിലുള്ള എല്ലാ നീക്കങ്ങളും അവർ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. വധശിക്ഷ മാറ്റിവെച്ചതിന്റെ കട്ടക്കലിപ്പിൽ നിൽക്കുന്ന ഇരയുടെ സഹോദരനാണ് അയാൾ. ആ വൈകാരികതയിൽ നിൽക്കുന്ന ആളിന്റെ പേജിൽ പോയി കൊലയാളിക്ക് മാപ്പ് ചോദിക്കുന്നത് എന്ത് ലോജിക്കാണ്? യമൻ കോടതി കേസ് പരിഗണിച്ച് കൂട്ടുപ്രതിയായി അവിടുത്തെ തന്നെ ആൾക്ക് 10 വർഷം തടവും മുഖ്യപ്രതി നിമിഷയ്ക്ക് വധശിക്ഷയും വിധിച്ചതാണ്. അപ്പീൽ കോടതികൾ ശിക്ഷ ശരിവെച്ചതുമാണ്. വാസ്തവം അതായിരിക്കെ അവരോട് പോയി നിമിഷപ്രിയ നിരപരാധിയാണെന്ന് പറഞ്ഞ് മാപ്പൊക്കെ ചോദിച്ചാൽ അവരുടെ പക ഇരട്ടിക്കുകയുള്ളൂ. നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലുള്ളവർ പോലും പല തട്ടിലാണ്. സത്യത്തിൽ അവർക്ക് ഈ സ്ത്രീ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹമാണോ കൂടുതൽ, അതോ അവരുടെ ഉള്ളിലുള്ള മതരാഷ്ട്രീയം മാത്രം ജയിക്കണമെന്നാണോ? പലരുടെയും മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള വെളിച്ചപ്പാട് തുള്ളൽ കാണുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു. മോൻ മരിച്ചാലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന ലൈൻ. കൊടിയ വിഷങ്ങളായ വൃത്തികെട്ട മനുഷ്യർ. ഈ നിമിഷപ്രിയ കേസ് നമുക്ക് മുന്നിൽ വിളമ്പിയ മാധ്യമങ്ങളാണ് അവരുടെ മനോധർമ്മം അനുസരിച്ച് ഓരോന്ന് പടച്ചുവിട്ടത്. ഇവിടെ വന്ന കഥകളിൽ തലാൽ ഒരു ക്രൂരനായിരുന്നു, നിമിഷപ്രിയ സാഹചര്യം കൊണ്ട് കൊലയാളിയായ വ്യക്തിയും. ആ വാർത്തകൾക്കൊപ്പം നിമിഷപ്രിയയ്ക്ക് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ പറഞ്ഞത് നമ്മളും അക്ഷരം പ്രതി ഫോളോ ചെയ്തു. ഈ ബ്ലഡ് മണി പോലും ആ കുടുംബം ആവശ്യപ്പെടാതെ കൗൺസിൽ ഒത്തുതീർപ്പിന് കണ്ടെത്തിയ വഴി. ഈ ആക്ഷൻ കൗൺസിലുള്ള ആരുമായും തലാലിന്റെ കുടുംബം സന്ധി സംഭാഷണം നടത്തിയിട്ടില്ല. എങ്കിലും ഇവിടെ അതിന്റെ പേരിൽ പണം പിരിക്കൽ തുടങ്ങിയെന്നതാണ് വാസ്തവം. ഇപ്പോൾ ആ കുടുംബം ആരാണെന്നും എന്താണെന്നും നമുക്കും ഒരു ധാരണ വന്ന് തുടങ്ങിയപ്പോൾ നെല്ലും പതിരുമൊക്കെ ഒന്നൊന്നായി വെളിവാവുകയാണ്. സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയ വെറുത്തു പോകുന്നു. കൊറോണ വന്നിട്ടും പ്രളയം വന്നിട്ടും ഒന്നും ഒരു പാഠവും ഉൾക്കൊള്ളാത്ത ജന്മങ്ങൾ ഇനി എന്ന് നന്നാവാനാണ്? അത്രമേൽ മതരാഷ്ട്രീയ ധ്രുവീകരണം കൊണ്ട് വികലമാക്കപ്പെട്ട മനസ്സുകളായിപ്പോയി നമ്മുടേത്. ദയവ് ചെയ്ത് ആ പ്രൊഫൈലിൽ പോയി മാപ്പപേക്ഷ ഒപ്പിട്ടുകൊടുത്ത് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് അവരെ കൂടുതൽ പ്രകോപിതരാക്കാതിരിക്കൂ. ആ നാട്, ആ സമൂഹം മുഴുവൻ നിലവിൽ തലാലിന് നീതി എന്ന ഒറ്റ വാശിയിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് അഞ്ജു പാർവതി പ്രബീഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.